പ്രൊമൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ടൂ വീലർ നിർമ്മാതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ. നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇന്ത്യയിലെയും ഏറ്റവും കൂടുതൽ ടൂ വീലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ. ഇന്ത്യയിൽ ഇറങ്ങുന്ന 37 ബൈക്കുകളിൽ 37% ഹീറോയുടെ വെഹിക്കിൾസാണ് വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹീറോയുടെ ഏറ്റവും പുതിയ എക്സ്പൾസ് എന്ന് പറയുന്നൊരു മോഡലാണ്. ആ മോഡലിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഗ്മെൻറ്റ് വൈസ്, ബൈക്കുകൾ പല സെഗ്മെൻറ്റ്സിലാണ് ഉള്ളത്. അപ്പോൾ സെഗ്മെൻറ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മഡ് റേസിംഗ് ടൈപ്പ് വണ്ടിയാണ്. ഇത് റാലിക്ക് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മണ്ണിൽ കൂടെയുള്ള ഓഫ് റോഡിങ് ആയിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു സിറ്റി വേർഷനാണ് നമ്മൾ കാണുന്നത്. കാരണം പരിപൂർണമായിട്ട് ഈ ഒരു വാഹനത്തെ നമുക്ക് ഒരു ഓഫ് റോഡറായിട്ട് മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന വണ്ടിക്ക് അത് കുറേ കിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു റാലി കിറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ എക്സ്പൾസ് വരുന്നതിന് മുമ്പ് ഇമ്പൾസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന ഒരു മഡ് റേസിംഗ് ടൈപ്പ് ബൈക്കാണ്. കാരണം നോർമലി എന്താ പറയുന്നത്, ഇതൊക്കെ പക്കാ സ്പോർട്ടി ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിലും നഗരത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഷനിലാണ് ഈ ബൈക്ക് ആദ്യമേ ഇറക്കിയിരുന്നത്. ഇപ്പം വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. എക്സ്പൾസിന് തൊട്ട് മുമ്പായിട്ട്, ഇമ്പൾസിന് ശേഷം എക്സ്പൾസ് വന്നു. എക്സ്പൾസിനകത്ത് 2 വാൾവിൻ്റെ എഞ്ചിനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ 4 വാൾവിൻ്റെ കുറച്ചും കൂടെ മികച്ച കാര്യക്ഷമതയും ഇന്ധനക്ഷമതയുമുള്ള ഒരു വാഹനമാണ് ഹീറോ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ എക്സ്പൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ പെക്യുലാരിറ്റീസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പൾസിൻ്റെ ഡിസൈനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പക്ക ഒരു മഡ് റേസിംഗ് റാലി വാഹനമാണ്. പക്ക ഓഫ് റോഡിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ എലമെൻറ്റിലും ആ ഒരു മഡ് റേസിങ്ങിന് വേണ്ടിയുള്ള എലമെൻറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം, ഒരു ഉയർന്ന പൊസിഷനാണ്. ഷോക്കിനൊക്കെ ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ് സാധാരണ ബൈക്കിനേക്കാളും. അതുപോലെ തന്നെ ടയറുകളും മഡ് ഗാർഡുകളും തമ്മിൽ നല്ല സ്പേസിംഗ് ഉണ്ട്. കാരണം ചെളിയൊക്കെ അടിച്ച് തെറിപ്പിച്ച് പോകുന്നതൊക്കെ നിങ്ങൾ ടി വിയിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പക്ക ഓഫ് റോഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ഡിസൈനാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു വൈസർ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം വൈസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗാർഡ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. കാറ്റിൻ്റെ ഒരു, കാരണം ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വണ്ടിയിൽ നമ്മൾ ഇരിക്കുന്നതെങ്കിലും ഹൈ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വിൻഷീൽഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് കാണാൻ പറ്റും. അസാധ്യ അടിപൊളി ഹെഡ് ലാംപ്സ് ആണ്. പ്രത്യേകിച്ച് ഒരു LED ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ്. 2 ചേംബറിലാണ്. ഇത് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഹെഡ് ലാംപ്സ് ആയിട്ടാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു മഡ് ഗാർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. നോർമലി ഈ പറയുന്ന ടൈപ്പ് ഡിസൈൻസിലാണ് നമ്മൾ ഈ ഒരു മഡ് ഗാർഡ് കാണുന്നത്. ഹൈ റൈസ്ഡ് ആയിട്ടുള്ള മഡ് ഗാർഡാണ്. അതേപോലെ ചെറിയൊരു മഡ് ഗാർഡും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ മഡ് ഗാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നാട്ടിൽക്കൂടെയൊക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെള്ളയടിച്ച് നമ്മുടെ മുഖത്തേക്ക് തെറിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നഗരത്തിലൊക്കെ ഓടിക്കുന്നവർ അവർക്ക് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളൊരു മഡ് ഗാർഡാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ റാലി കിറ്റ് കയറ്റുന്ന സമയത്തൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം ഉള്ളൊരു നേക്കഡ് ഡിസൈനിലായിരിക്കും വണ്ടി പോകുന്നത്. പിന്നെ ടയേഴ്സിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ടയേഴ്സാണ് വാഹനത്തിന് വരുന്നത്. ഏകദേശം 21 ഇഞ്ച്, ഏകദേശം അല്ല 21 ഇഞ്ചിൻ്റെ വലിയ ടയേഴ്സാണ്. അത് ഓൾ ടെറൈൻ ടയേഴ്സായിട്ടാണ് വരുന്നത്. നല്ല കട്ടയുള്ള ഗ്രിപ്പുള്ള ടയറുകളാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 190 mm ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷനാണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഡിസ്ക് ബ്രേക്കുകളെ കുറിച്ച് പറയുമ്പോൾ കണ്ടോ, ഇവിടെ ABS എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇതൊരു ടു ചാനൽ അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ബാക്കിലും ABS വരുന്നൊരു മോഡലാണ്. അതായത് റോഡിൽ കുറച്ചും കൂടെ നമുക്ക് കൺട്രോൾ, റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഈ പറയുന്ന പോലെ ഓഫ് റോഡിൽ പോകുമ്പോഴാണെങ്കിലും കൂടുതലായിട്ട് വണ്ടി ലോക്കായി ബ്രേക്ക് പിടിച്ച് സ്കിഡായി വീഴാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ABS ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലിൻ്റെ തൊട്ടിവിടെയായിട്ട് നമുക്കവിടെ നക്കിൾ ഗാർഡ്സ് കാണാം. നമുക്ക് നക്കിൾ ഗാർഡ്സ് സാധാരണ എല്ലാ വണ്ടികളിലും കാണാറില്ല. ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ചിലർ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ നക്കിൾ ഗാർഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കൈയുടെ ഈ വശം എന്തെങ്കിലും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസൈനിലാണ് നക്കിൾ ഗാർഡ്സ് പൊതുവേ ചെയ്യുന്നത്. കാരണം എങ്ങനെ വണ്ടി മറിഞ്ഞു വീണാലും വണ്ടിയുടെ ഹാൻഡിലും വെയിറ്റ് നമ്മുടെ എഞ്ചിൻ്റെയൊക്കെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഒരു സൈഡിലേക്ക് മറിയുമ്പോൾ കൈക്കൊക്കെ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നക്കിൾ ഗാർഡ്സ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഗ്ലാസസ് ഒക്കെ ആണെങ്കിലും ഒരു പ്രത്യേക കളർ പാറ്റേണിലാണ്. ടാങ്കിൻ്റെ, അതായത് നമ്മൾ വണ്ടിയുടെ കളറിൻ്റെ അതേ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഒരു ബ്ലൂ കളറാണ് ഇവിടെ വരുന്നത്. വാഹനം ഇതൊരു ബ്ലൂ കളറാണ്. 6 കളറിൽ വാഹനം നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിനി ടാങ്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 13 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. ഇതിന് നല്ല അടിപൊളി ഒരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂവിൻ്റെയും ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. ഇതിനകത്ത് എക്സ്പൾസ് എന്ന് പറയുന്ന ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു 4 ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് 4 വാൾവാണ്. അതുപോലെ ഇതൊരു 1 ആണെന്ന് തോന്നുന്നു. 1 സിലിണ്ടർ ആണെന്നായിരിക്കും. എനിക്കറിയത്തില്ല കൃത്യമായിട്ട് എങ്ങനെയാണ്. 4 വാൾവ് എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് വരുവാണ്. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡ് എഞ്ചിൻ്റെ ഒരു പവറാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊരു 200 cc എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഒരു എക്സെൻസ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. 14ഓളം സെൻസേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ്. കാരണം പലതരത്തിലുള്ള സെൻസേഴ്സ് ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ അത്രയും കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ കൂൾഡ് ആണ്. 4 സ്ട്രോക്ക് 4 വാൾവ് സിലിണ്ടറാണ്. OHC ആണ് വരുന്നത്. ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് വരുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാക്സിമം പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 19.1 PS ആണ്. 8500 RPM നമുക്കത് ലഭിക്കുന്നുണ്ട്. മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 17.35 Nm ആണ്. അത് 6500 RPM നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ എഞ്ചിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കുറ്റി പോലൊരു സാധനം നമുക്ക് കാണാം. അത് ശരിക്കും പറഞ്ഞാൽ BS6-ൻ്റെ കാറ്റലിറ്റിക് ആയിട്ടുള്ള കൺവേർട്ടറാണ്. ഇതിന് മുകളിലൊരു വയർ കാണാം, അതതിൻ്റെ സെൻസറാണ്. നമുക്കിത് പലതരത്തിലുള്ള സെൻസിങ് ഉണ്ട്. ഓക്സിജൻ്റെ ലെവലും പല കാര്യങ്ങളും കമ്പസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളുണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ആണെങ്കിൽ തന്നെ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജിയാണ്. അതിനാണ് ഇവിടെ പ്രോഗ്രാംഡ് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വാഹനത്തിന് വരുന്നത്. കാരണം നമുക്കറിയാം ഹീറോയും ഹോണ്ടയും ഒക്കെ ഇപ്പോൾ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. കൃത്യതയോടുകൂടി ഫ്യൂവൽ കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കറക്റ്റായിട്ട് അത് പ്രോഗ്രാംഡ് ആയിട്ട് പോകുന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ എലമെൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡിങ് വാഹനത്തിന് അതേ കേപ്പബിലിറ്റിയോടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം കണ്ടോ, ബ്രേക്ക് പെഡൽസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ നമ്മൾ സാധാരണ റബ്ബർ സ്ലീവ്സാണ് കാണുന്നത്. ഇത് കണ്ട് ചെളിയൊക്കെ കട്ടയ്ക്ക് ചെളിയൊക്കെ ഉള്ള റോഡിൽ കൂടെ പോയി കഴിയുമ്പോൾ നമ്മൾ ഷൂ കൊണ്ടൊക്കെ എടുത്ത് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറാണെങ്കിൽ തിന്നിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അവിടെ ഭയങ്കര എന്താ പറയുന്നത് ഒരു ഗ്രിപ്പ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റി കുത്തുന്ന ഒരു ഭാഗത്താണെങ്കിൽ ഇവിടെ റബ്ബറിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി കിട്ടാനാണ്. കിക്കറുണ്ട് വാഹനത്തിന്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഇതിൻ്റെ ഫ്രെയിം കാണാം. നല്ല സ്റ്റീൽ ഹൈ ടെൻസൈൽ സ്ട്രെയിൽ വരുന്ന ഒരു ട്യൂബുലാർ ഫ്രെയിമാണ്. നല്ല ബലവത്തായിട്ടുള്ള ഒരു ട്യൂബുലാർ ഫ്രെയിം വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ റൈസ്ഡ് ആയിട്ടാണ് എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ബാക്ക് ടയറുകൾ എപ്പോഴും വലിയ കല്ലിനിടയ്ക്കൂടെയൊക്കെ പോകുന്ന സമയത്തും ഈ ഒരു എക്സോസ്റ്റ് ഇടിച്ച് പൊട്ടിപ്പോകാതിരിക്കാനാണ്. കാരണം നല്ല ചൂടായിട്ട് നിൽക്കുന്ന എക്സോസ്റ്റ് നനഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ കല്ലിലിടിച്ചാലോ ഒക്കെ ഡാമേജ് ആകാനുള്ള ഒരു ചാൻസസ് ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിലൊക്കെ പോയാലും ഈ വാഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ഹൈറ്റിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിനി സീറ്റിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ സീറ്റിംഗ് ഒരു സിംഗിൾ സീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്ക് ട്രാവൽ ചെയ്യാൻ പാകത്തിലാണ്. ഇത് നമ്മളൊരു റാലി കിറ്റ് കയറ്റുന്ന സമയത്ത് നമുക്ക് സീറ്റ്സൊക്കെ മാറ്റിയിട്ട് ഒരു റാലി കിറ്റ് പോകുമ്പോൾ ആരും പുറകിൽ ആരും ഇരുത്താറില്ലല്ലോ. അപ്പം അതിന് ആപ്റ്റായിട്ടുള്ള സീറ്റിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ബാക്കിലേക്ക് ടയർസിലേക്ക് വരാൻ ബാക്കിലെ ടയറിൻ്റെ പ്രൊഫൈൽ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിലെ ടയറും ബാക്കിലെ ടയറും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ വീതി കൂടിയ ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 18 ഇഞ്ച് ടയറായിട്ടാണ് വാഹനത്തിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് നല്ല വീതിയുള്ള 120/80/18 ആണ് ടയർ വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല കട്ടയുള്ള, അതായത് കാരണം ഇതിൻ്റെ ഡ്രൈവ് വരുന്നത് ബാക്കിലാണല്ലോ. കാരണം എഞ്ചിനിൽ നിന്ന് ഇതിന് നമുക്ക് വരുന്നത് പറഞ്ഞാൽ ചെയിൻ ഡ്രൈവാണ് വരുന്നത്, ബെൽറ്റൊന്നുമല്ല. കാരണം ചെയിൻ ഡ്രൈവ് വരുന്ന സമയത്ത് കാരണം അത് ചെളിയൊക്കെ കയറി ബെൽറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ചെളിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ചെയിനകത്ത് എന്തുമാത്രം ചെളി കയറിയെന്ന് പറഞ്ഞാലും അതെത്ര കയറ്റങ്ങളാണെങ്കിലും അത്രയും ഡിഫിക്കൽട്ട് ടെറൈൻ ആണെങ്കിലും വണ്ടി കയറി വരും എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതുപോലെ ചെയിനും സ്പ്രോക്കറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനും ഡിഫറൻ്റ് ആണ്. ഈ ഒരു ടെറൈൻ ഈ പറയുന്ന ഒരു മഡ് റേസിങ്ങിന് പറ്റിയ തരത്തിലുള്ള വലിയ സ്പ്രോക്കറ്റാണ്. അത് കണ്ണിയകലം കൂടുതലുള്ളതും പല്ല് കൂടുതലുള്ളതായിട്ടുള്ള സ്പ്രോക്കറ്റാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു ബാക്ക് വശം കംപ്ലീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ബാക്കിലും ഡിസ്ക്കാണ്, ബാക്കിലും ABS ഉണ്ട്. ഇത് നമ്മൾ ബാക്ക് വശത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോർഷൻ കാണാം, ഒരു റബ്ബറൊക്കെ വെച്ചിട്ടുള്ള ഒരു പോർഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഷോറൂമിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ബോക്സൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. തൊട്ട് ബാക്കിലായിട്ട് തന്നെ നമുക്കിവിടെ ലൈറ്റ്സ് കാണാം, മനോഹരമായിട്ടുള്ള റെഡ് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹീറോയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. 2 വശത്തും സ്റ്റൈലിഷ് ആയിട്ടുള്ള 2 ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇവിടെ തന്നെ ഒരു റിഫ്ലക്ടറും ഉണ്ട്. അതുപോലെ നമ്പർ പ്ലേറ്റ് കാണാൻ വേണ്ടിയുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രേ കളറിലുള്ള ഒരു മെറ്റാലിക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ബാക്കിൽ നിന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇവിടെ സാരി ഗാർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ചെയിൻ ഗാർഡുകൾ കാണാം. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗാർഡുണ്ട്. ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേന് എഞ്ചിൻ കല്ലിലൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ നല്ലൊരു അലുമിനിയത്തിൻ്റെ ഒരു ഗാർഡ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അരിപ്പ് പോലൊരു സാധനം കാണാം. സാധാരണ റേഡിയേറ്റർ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഏകദേശം അത് റേഡിയേറ്റർ തന്നെയാണ്. ഇതൊരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ഓയിൽ കൂൾ ചെയ്യാനുള്ള റേഡിയേറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡ്സ് കാണാം. അപ്പോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ എലമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പം വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ക്ലസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോണോലൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോൺ ഇതുമായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. മൊബൈൽ ഫോൺ നമുക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറോ കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയുടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽറ്റ് അല്ല, മൊബൈൽ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ നമുക്കിവിടെ കാണാനായിട്ട് വരും. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പ് കാണാൻ പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഉള്ള ടേൺസൊക്കെ ഈ ഡിസ്പ്ലേ കാണിക്കുക എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇതിൻ്റെ താക്കോലാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു താക്കോലാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഗെമിക്സോ കാരണം അതിനകത്ത് കൂടുതൽ ഇലക്ട്രോണിക്കലായിട്ടുള്ള കണ്ടൻസ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഈ ഒരു വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്വിച്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കിൽ സ്വിച്ചാണ്, അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് സ്ലെൻഡറാണ്. കാരണം ഇത് ഓഫ് റോഡർ വെഹിക്കിൾ ആയതുകൊണ്ട് ഒരുപാട് ഇലക്ട്രിക്കൽ ഗിമിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിന് ഓൾറെഡി 14 സെൻസേഴ്സൊക്കെ കൊടുത്ത് അത്യാവശ്യം അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എല്ലാം കൂട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു റാലി കിറ്റ് കയറ്റി കഴിഞ്ഞാൽ ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓഫ് റോഡിങ് ഇതിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എക്കണോമിക്കലി വാങ്ങാൻ പറ്റുന്നൊരു വാഹനമാണ്. പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ ഒരു കമ്പാരിസൺ വരുന്നത് ഈ സെഗ്മെൻറ്റിൽ മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനുമായിട്ടാണ് വരുന്നത്. ഹിമാലയൻ നമുക്കറിയാം എത്രമാത്രം വിലയുണ്ടെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പകുതി ആ റേഞ്ച് വിലയ്ക്ക് തന്നെ നമുക്ക് ഒരു ഓഫ് റോഡർ ആയിട്ടുള്ളൊരു വെഹിക്കിൾ നമുക്ക് കിട്ടും. പിന്നെ ഇതിന് വെയിറ്റ് കുറവാണ്. ഹിമാലയനൊക്കെ വെയിറ്റാണ്, നമുക്ക് കയ്യിലും നിൽക്കത്തില്ല. 157 കിലോ ആണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 220 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 825 mm ആണ് സീറ്റ് ഹൈറ്റ്. നമ്മൾ ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നീളം കുറവുള്ളവരെ കാര്യം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഓഫ് റോഡർ വണ്ടികളും ഇതൊക്കെ അടാറ് ഹൈറ്റ് ആയിരിക്കും. നമുക്കിത് നമ്മൾ ഇരുന്ന് പറഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ വണ്ടി നോക്കിയിട്ടും എനിക്ക് കൃത്യമാണ്, എന്നാലും ഫുൾ കാല് കുത്താൻ പറ്റുന്നില്ല. ഒരു ചെറിയ ഹൈറ്റ് വേണം. അപ്പോൾ എന്നെക്കാളും പൊക്കം കുറഞ്ഞവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വെയിറ്റും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൈക്ക് ഇണങ്ങുന്ന ഒരു വണ്ടി കൊണ്ട് പോയിട്ട് കാര്യമില്ല. അല്ലാതെ നമ്മൾ ഈ ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് വെയിറ്റുള്ള വണ്ടി കൊണ്ടുപോയിട്ട് വല്ല കല്ലെ കയറി ചെരിഞ്ഞാൽ നമുക്ക് അതിൽ പൊക്കമുള്ള ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് നമ്മൾ ഓഫ് റോഡർ എന്ന നിലയിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഹീറോയുടെയാണ്, ഒരു ഇന്ത്യൻ കമ്പനിയാണ്, വേൾഡിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. വേൾഡിലെ ഏറ്റവും വലിയ കമ്പനി എന്തുകൊണ്ടാണ് ആയതെന്ന് ചോദിച്ചാൽ അവർ നല്ല സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്ന കൊല്ലത്തുള്ള വേണാട് ഓട്ടോമൊബൈൽസ് ആണ്. അവിടെ നിന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് അജിംഷയാണ്. അപ്പോൾ അജിംഷ, ഓക്കെ, ഞാൻ അത്യാവശ്യം നമ്മുടെ വണ്ടിയെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ഓക്കെ, ഓക്കെ. നമുക്ക് വണ്ടി തന്നിരിക്കുന്നത് കൊല്ലത്തുള്ള വേണാട് ഓട്ടോമൊബൈൽസ് അല്ലേ? അപ്പം ട്രിവാൻഡ്രത്ത് ആക്ച്വലി ഇതുവരെ ഷോറൂം ഇല്ല ഈ ഒരു വാഹനത്തിൻ്റെ അല്ലേ? വേണാട് ഇല്ല. ഷോറൂം ഓപ്പൺ ആവുന്നുണ്ട്, അടുത്ത മാസം ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, 15-ാം തീയതിക്കുള്ളിൽ അവിടുത്തെ സ്റ്റാർട്ടിംഗ് ഒക്കെ. അപ്പം ഞാൻ മെനക്കെട്ട് വണ്ടി ഓടിച്ച് ഇവിടം വരെ വരണ്ട, പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമുക്കിനി അറിയേണ്ടത് ഇപ്പം പുതുതായിട്ട് വന്ന ഈ 4 വാൾവ് വണ്ടിയാണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്, 2 മാസം ആകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനിപ്പം നിലവിൽ എന്താണ് ഓൺ റോഡ് പ്രൈസ്? നമുക്ക് ഓൺ റോഡ് പ്രൈസ് 1,58,500 വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ്. 1,58,500. അതെ, നമുക്ക് ഫിനാൻസ് സ്കീം അവൈലബിൾ ആണ്. 16,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്കീം. ഓക്കെ, അതെ, അതാകുമ്പം EMI വരുന്നത് 5,800. അങ്ങനെ EMI സ്റ്റാർട്ട് ചെയ്യും. 36 മാസത്തേക്കുള്ള സ്കീമുകൾ വരുന്നുണ്ട്. 16,000 ഏറ്റവും ലോവസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൊല്ലത്ത് ഇവിടെ തന്നെയാണ്. 16,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതെ, ഓക്കെ. എനിക്ക് തോന്നുന്നു EMI ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒരു ബാങ്ക് സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്നാലും നമുക്ക് 16,000 മുതൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. മാസം 5,800 രൂപ അടച്ചാൽ മതി. 36 മാസത്തേക്കുള്ള സ്കീം. 36 മാസത്തേക്കുള്ള 3 വർഷത്തേക്കുള്ള സ്കീം. അതെ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ മൈലേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മൈലേജ് നമ്മൾ അത്ര സ്പെസിഫിക് അല്ലെങ്കിൽ പോലും ഇതൊരു സിറ്റി ടൈപ്പ് ആയിട്ടുള്ളൊരു മോഡൽ. കാരണം ഇതിനെ കംപ്ലീറ്റ് റേസിംഗിലേക്ക് കിറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് മൈലേജ് നോക്കി വരുള്ളൂ ഇപ്പോഴത്തെ വിലയ്ക്ക്. 45-50 ആ റേഞ്ച് നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. കിട്ടുമോ? 45 പിന്നെന്ത് 40 to 45 ആ റേഞ്ച് നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ട് നമുക്ക്. അത്രേ ഉണ്ടല്ലേ? അതെ, 45-50 വരെ നമ്മൾ കമ്പനി പറയുന്നുണ്ട്. ഓക്കെ, കസ്റ്റമർ ഫീഡ്ബാക്ക് ഒരു 40-45 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബ്രോഷർ നോക്കിയപ്പോൾ 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. 5 വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് ആവുന്നത് അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ 5 ഫ്രീ സർവീസ് ഉണ്ട്. 5 ഫ്രീ സർവീസ് ആണ്. ഫസ്റ്റ് സർവീസ് അതിന്റെ 3ാമത്തെ സർവീസ് 5ാം സർവീസിൽ ഓയിൽ ചേഞ്ച് ഉണ്ട്. അതിന് മാത്രമേ പേയ്മെന്റ് ആവത്തുള്ളൂ. ബാക്കിയൊക്കെ ഫ്രീ ആണ്. സർവീസും കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. അതെ. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വിലയും മൈലേജ് ഒക്കെ മനസ്സിലായി. അപ്പം ഇത് ശരിക്കും പ്രോപ്പർലി ഒരു ഓഫ് റോഡർ ആണല്ലോ, നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റാലി കിറ്റിനെ കുറിച്ചും അതിന് എത്ര രൂപയാക്കും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നോട് പറയാം. റാലി കിറ്റ് എന്ന് പറയുമ്പോൾ 46,000 രൂപയാണ് ഇപ്പോൾ കമ്പനി ഹീറോയുടെ തന്നെ റാലി കിറ്റ് വരുന്നത്. നമുക്ക് 2 ടയർ ഓഫ് റോഡ് ടയേഴ്സ് ആവുന്നുണ്ട്, പിന്നെ സീറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, ഫ്ലാറ്റ് സീറ്റ് ആവും, ഫുള്ള് ഫ്ലാറ്റ് സീറ്റ് ആവും. പിന്നെ ഹാൻഡിൽ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും, ഹാൻഡിൽ റൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. പിന്നെ ഫ്രണ്ട് ബാക്ക് സസ്പെൻഷൻ ചേഞ്ച് ആവും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 275 mm ആവും. ഓഫ് റോഡ് ആവും 275 ആവും. പിന്നെ സ്റ്റാൻഡിൽ ചേഞ്ച് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ഗിയറിലെല്ലാം പെഡലിൽ വ്യത്യാസം വരുന്നുണ്ട്. അത്ര വ്യത്യാസങ്ങളാണ് അതിനകത്ത് വരുന്നത്. 46,000 ഫുള്ള് ചെയ്തിറങ്ങുമ്പോഴത്തേക്ക് റാലി കിറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 46,000 ആണ്. റാലി കേപ്പബിൾ ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടയർ എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് യൂസേജിനുള്ള വണ്ടിയാണ്. നമുക്ക് ഓഫ് റോഡ് ആണെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ ആണെങ്കിലും ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തേക്കുന്നവർ. നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ റാലി ആയിട്ട് മാത്രം മാറ്റാൻ പറ്റും, ഓഫ് റോഡ് വെഹിക്കിളായിട്ട് മാറ്റാൻ പറ്റും. അതിനാണ് ഈ റാലി കിറ്റ് വരുന്നത്. ടയർ ഉൾപ്പെടെ വ്യത്യാസം വരും. അതെ, അതെ. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സ്റ്റാൻഡിൻ്റെ ഒക്കെ കേസായിട്ടാണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയാൽ വണ്ടി ഓൺ ആകാതിലൊക്കെ വരും. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ അല്ലേ, എഞ്ചിൻ കട്ട് ഓഫ്, സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ആണ്. അപ്പം ഇത്രയും വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ വണ്ടി തന്ന അജിം ഷായ്ക്ക് അല്ലെങ്കിൽ അജിം ഷായുടെ വേണാട് ഓട്ടോമൊബൈൽസിനുള്ള പ്രത്യേകം നന്ദി പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സഹകരണം എപ്പോഴും നല്ലതാണ്, നമ്മളോട് എപ്പോഴും നമ്മൾ സഹകരിക്കാറുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബ് മൈ ഷോയിൽ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് ടിപ്പുകൾ നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.